പിന്നെ രായ്ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ എൻ്റെയും ഏട്ടൻ്റെയും ലൈഫ് തുടങ്ങിയ അന്ന് തൊട്ട് രായ്ചേട്ടൻ ശരിക്കും ഒരു എൽഡർലി ബ്രദറിൻ്റെ ഒരു അഫെക്ഷനും കെയറിങ്ങും ഒക്കെ രായ്ചേട്ടന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ട്. അതുമാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ നടന്നാലും രായ്ചേട്ടനില്ലാതെ ഒരു ഫംഗ്ഷൻ ഞങ്ങളുടെ വീട്ടിൽ നടന്നിട്ടില്ല. അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് രായ്ചേട്ടന് ഷെയ്ഡിനുമായിട്ട് ഉണ്ട്. പിന്നെ രായ്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ പറയാനും വർത്തമാനം പറയാനും ഈവൻ എൻ്റെ മേഖലയായ ഒരു ഫുഡിന് പോലും ഒരു ഫുഡ് കൊടുത്തു വിടാൻ പോലും എനിക്ക് രായ്ചേട്ടന് പേടിയാണ്. അത്ര ഇങ്ങനെ ഫിൽട്ടർ ചെയ്താണ് അച്ഛൻ അവിടെ എല്ലാം നോക്കി പറയാ അല്ലേ. അച്ഛൻ ഭയങ്കര പക്ക നാടൻ ഭക്ഷണത്തോടാണ് അച്ഛന് ഏറ്റവും ഇഷ്ടം. എനിക്ക് തോന്നുന്നു എല്ലാ ഫുഡിനോടും ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് ക്രിട്ടിക്, വേണ്ടാത്തടത്തും ക്രിട്ടിക് ചെയ്തുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും അച്ഛന് പെർഫെക്ഷൻ. ഇപ്പം വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന സാധനങ്ങളെല്ലാം അച്ഛൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വിളിച്ച് പറയും. അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമ്മൾ വരുന്ന ഓരോ പാർട്ടികൾക്കൊക്കെ ഇവരുടെ വീട്ടിൽ ചെല്ലും. നമ്മൾ ഫുഡിനാണ് വേണ്ടി ചെല്ലുന്നത്. ഭയങ്കര രസമുള്ള ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കുറേ വിഭവങ്ങളൊക്കെ കാണും. ശരിക്കും ഇവിടെ ഇപ്പൊ ഞാൻ ഇവരോടൊക്കെ വിച്ചു ഫസ്റ്റ് ടൈം ആണോ മോനെ, പക്ഷെ പിള്ളേരെ കാണുമ്പോൾ ഒരു ആങ്സൈറ്റിയുടെ പുറത്ത് വർത്താനം പറഞ്ഞു പോകുന്നതാണ്. ഇതിന്റെ കൂടെ ശരിക്കും ഗോകുലും കൂടെ വേണമായിരുന്നു. ശരിക്കും ഗോകുൽ, നിരഞ്ജൻ എല്ലാവരെയും ഞാൻ കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എല്ലാവരും എത്ര 4 വയസ്സ് 5 വയസ്സ് അത്രേ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ തൊട്ട് കാണുന്ന കുഞ്ഞുങ്ങളല്ല. അപ്പൊ ശരിക്കും ഇവരോട് വന്നൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രയാസമുള്ള ഒരു കാര്യം ഇവരോട്. പക്ഷെ അതിനേക്കാട്ടിലപ്പുറം അവരോട് വിശേഷം ചോദിക്കാം, അതല്ലേ ഏറ്റവും നല്ലത്. പുതിയ സിനിമയുടെ വിശേഷം പറയും. പുതിയ സിനിമ സൂത്രക്കാരൻ എന്നാണ് അതിൻ്റെ പേര്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അനിൽ രാജേട്ടനാണ്. പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 2 പേരാണ്, വിച്ചു ബാലമുരളിയും ടോമി കെ വർഗീസ്. അതിൽ വിച്ചു ആണിത്. പുള്ളി തന്നെയാണ് ഈ പടത്തിൻ്റെ സ്റ്റോറിയും അതുപോലെ തന്നെ മ്യൂസിക്കിനോടാണ് പുള്ളിക്ക് ഏറ്റവും താല്പര്യം. അപ്പോൾ മ്യൂസിക്കും ചെയ്തേക്കുന്നത് പുള്ളി തന്നെയാണ്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോകുലുണ്ട്, ഞാനുണ്ട്. ഒരു ഫാമിലിക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ത്രില്ലറാണ് സത്യം പറഞ്ഞ പടം. എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ ഇറങ്ങിയ സോങ് കണ്ട ആൾക്കാർക്ക് ഫാമിലി പടം തന്നെയാണ്, പക്ഷെ ഒരു ത്രില്ലർ മൂടി പോകുന്ന സിനിമയാണ്. അപ്പോൾ അത് കാണുന്നവർക്കെല്ലാം എൻജോയ് ചെയ്യുന്നത്. അല്ല, വിച്ചു ഫസ്റ്റ് ടൈം ആണോ ഇൻഡസ്ട്രിയിലേക്ക്? ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് മൂവിയാണ് സൂത്രക്കാരൻ. ഫസ്റ്റ് മൂവി. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല തെരഞ്ഞെടുത്തത്? എനിക്ക് പണ്ട് മുതലേ പാഷനായിരുന്നു സിനിമ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു മോഷൻ എല്ലാം എല്ലാ സിറ്റുവേഷനും കൂടെ ഒരു കോൺഫിഡൻസ്. അല്ല, അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസിങ് തന്നെ തീരുമാനിച്ച് അതൊരു റിസ്കി മേഖലയാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മുതലേ എല്ലാ മേഖലകളിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എനിക്ക് മ്യൂസിക് ആയിരുന്നു കൂടുതൽ ഇഷ്ടം. മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? മ്യൂസിക് കുഞ്ഞിൽ പഠിച്ചിട്ടുണ്ട്, ബട്ട് അത് കംപ്ലീറ്റ് ചെയ്തൊന്നുമില്ല. ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ കുറേ മനോരമയുടെ കുറച്ച് വർക്കുകൾ ചെയ്തു, ആൽബം. ആൻഡ് ഫൈനലി സൂത്രക്കാരനിൽ. ഓക്കെ, ആൽബംസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു ആദ്യമേ വലുതായിട്ട് തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ട്. അല്ല, അത് എനിക്ക് തോന്നുന്നു ഒരു ഹിന്ദു ഡിവോഷണൽ ആൽബം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാവരും. അത് ഡയറക്റ്റ് ചെയ്താണോ? അല്ല, അതിന്റെ മ്യൂസിക്കിൽ ലിറിക്ക് ഞാൻ തന്നെ ആയിരുന്നു. അപ്പൊ ഡയറക്ഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി ആ മേഖലയിൽ തൊടാൻ ഐ ഡോണ്ട് നോ, നോക്കാം. അപ്പൊ നല്ലതായിട്ട് പാടും അത്യാവശ്യം. പാട്ട് പാടിത്തരും. ഷുവർ. ഞാൻ എനിക്ക് തോന്നുന്നു സൂത്രക്കാരിലെ തന്നെ പിന്നെന്താ നിരഞ്ജ് ബ്രോ ഉള്ള ഒരു പാട്ട് തന്നെ പാടാം. വിജയ് പാടിയേക്കണം. നദിയിൻ തീരത്തെ ഓളങ്ങളായി ഞാൻ രാവിലായോർമകൾ നുകരാം. മൊഴിയാൻ മറന്നൊരു വാക്കുകൾ കൊണ്ടു ഞാൻ ഏകാന്ത കാവ്യങ്ങൾ എഴുതാം. കാതരമാം പുളിനങ്ങളിലൂടെ കാതങ്ങളായി ഞാൻ തിരയുന്നു നിന്നെ. പുഴയോരത്തെ തോണിയിൽ മെല്ലെ ഞാനും നിന്നോർമ്മയും മാത്രമായി. മെലഡി സോങ്സ് കൂടുതൽ ഇഷ്ടം. മെലഡി ഈ ഇപ്പോൾ സൂത്രക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മെലഡി ഉണ്ട്. പിന്നെ നിരഞ്ജൻ വർഷം കൂടെ ഉള്ളൊരു ഒരു റോക്കിംഗ് ഒരു ഡാൻസ് സോങ് ഉണ്ട്. ഒരു ഫാമിലി സോങ്. ഡാൻസ് ഒക്കെ പിടിച്ചോ? തകർക്കല്ലേ. അല്ല, പിന്നെ വാവയുടെ ചേഞ്ച് ശരിക്കും എനിക്കൊന്നും വിശ്വസിക്കാനേ പറ്റില്ല. ശരിക്കും ഭയങ്കര ട്രൂ ഡെഡിക്കേഷൻ ആണ്. വെരി നാച്ചുറൽ. രായ്ചേട്ടൻ്റെ ഒരു ട്രൂ ഡെഡിക്കേഷൻ കണ്ടാണ് അവൻ. എനിക്ക് തോന്നി ഇന്ദുവേച്ചി പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ തൊട്ടേ ഇവൻ സിനിമാ ലോകവും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ വയറ്റിന്നേ കേട്ട് വരുന്ന കുഞ്ഞാണ്. അപ്പോൾ എത്രയായാലും ആ ട്രൂ ഡെഡിക്കേഷൻ ഇതിനകത്ത് കാണും. ആ ഒരു ചേഞ്ച് നിരഞ്ജനിൽ ഞാൻ നല്ലോണം കാണുന്നുണ്ട്. ജിമ്മൊക്കെ ആയിട്ട് ഡാൻസ് ഒക്കെ പഠിച്ച് എന്നെ മാറ്റം. എനിക്ക് തോന്നുന്നു പണ്ട് സ്കൂളിലൊക്കെ ചെയ്യായിരുന്നു, പക്ഷെ ബാക്കിൽ
ഫ്രണ്ടിൽ കളിക്കുന്നവരുടെ ബാക്കിൽ നിൽക്കുന്ന കൂട്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഫ്രണ്ടിൽ നിൽക്കേണ്ടി വന്നു. ഫ്രണ്ടിൽ നിൽക്കുന്ന അല്ല, ഇപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, എന്താ വെച്ചാൽ അച്ഛൻ്റെ പടം, മോൻ്റെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു അച്ഛൻ. പക്ഷെ അച്ഛനുമായിട്ട് ഒരു കോമ്പിനേഷൻ സീൻ അതിലുണ്ടോ? ഇല്ല, ആ പടത്തിൽ ഞാൻ വില്ലനായിരുന്നു. അച്ഛൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടീൻ്റെ പുറകെ നടന്ന് വീഡിയോയും ഫോട്ടോ എടുക്കാൻ നടക്കുന്ന ഒരു വൃത്തികെട്ടവനായിരുന്നു ഞാൻ. അപ്പൊ അച്ഛനെ തെറി കേൾക്കുന്ന ഒരു സീൻ ഫോണിലൂടെ ഉണ്ട്, അല്ലാതെ നേരിട്ടില്ല. ഇല്ല, ഓക്കെ. അത് അച്ഛനുമായിട്ടുള്ള ഒരു നേരിട്ടൊരു സീൻ അഭിനയിക്കണ്ടേ? അഭിനയിക്കണം. അവൻ ദീർഘശ്വാസമൊക്കെ വിട്ട് അഭിനയിക്കണം. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പിന്നെ ചിലപ്പം ഞാൻ മനസ്സിലൊന്നായിരിക്കും കാണുന്നത്, അച്ഛൻ്റെ മനസ്സിൽ വേറെ ആയിരിക്കും. പക്ഷെ നല്ല കാര്യങ്ങൾ ഞാൻ അതിൽ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ അഭിനയിച്ച് കാണിക്കാറുണ്ട്. ഞാൻ ഈ ഡബ്സ് എന്താ പറയുന്നത്, നമ്മുടെ ഡബ് സ്മാഷ് അതൊക്കെ മാറിയാൽ അല്ല, ഡയലോഗുകൾ കാണാതെ പിടിച്ചിട്ട്, ഇപ്പം ലാലങ്ങളുടെ ഒക്കെ ഡയലോഗുകളൊക്കെ കാണാതെ പിടിച്ചിട്ട് ചുമ്മാ ഒന്ന് അച്ഛൻ്റെ മുമ്പിൽ ചുമ്മാ ശൈലിജി പറയും എന്തിനാ നീ ലാലങ്ങളെ തനി നിന്റെ ശൈലിജി, അപ്പം ഞാൻ എൻ്റെ ശൈലി ചെയ്യും. അപ്പം പറയും അങ്ങനെ ഒരു കാര്യം. അല്ല, ശരിക്കും നല്ല പെർഫെക്ഷൻ നോക്കുന്നു. ഈവൻ ഫുഡിലായാൽ പോലും, ഈവൻ അഭിനയത്തിലായാൽ പോലും രാജേട്ടൻ ഏതൊരു മേഖലയിൽ തൊട്ടാലും അത് ആ പെർഫെക്ഷൻ വേണം. ആരെയും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല, സ്വന്തം സിഗ്നേച്ചർ കൊടുക്കണം. അതാണ് എപ്പോഴും പറയാറുള്ളത് അല്ലേ? ഓക്കെ. ശരിക്കും പറഞ്ഞ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. ഞാനിപ്പോൾ അഡ്രസ് ചെയ്ത പോലെ തന്നെ ഒരു യങ് സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്നുണ്ട്. വരട്ടെ, ഈശ്വരൻ നല്ല ബ്ലെസ്സിങ്സ് കൊടുക്കട്ടെ. ഒരു കമ്മിങ് നെക്സ്റ്റ് 10 years നീ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചോ, എന്തായിരിക്കും നീ ഗെയിൻ ചെയ്യുന്നത്? എനിക്ക് ഈ സൂപ്പർ സ്റ്റാർഡം എന്നുള്ളൊരു ടേമിന് എന്താണ് അങ്ങനെ എനിക്ക് വലിയ ആഗ്രഹമില്ല. എനിക്കൊരു നല്ല നടൻ എന്ന് പറഞ്ഞ് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ സ്റ്റാർഡം അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു സംഭവമില്ല. നമ്മൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നല്ല അഭിനേതാവ് അവൻ ചെയ്ത കഥാപാത്രം കണ്ട് നമ്മൾ ഫീൽ ആയിരുന്ന ആൾക്കാർ പറയുമ്പം ഒരു ക്യാരക്ടർ കൺവിൻസിങ് ആയെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവമൊക്കെ കേൾക്കാനാണ് എനിക്കൊരു 10 വർഷത്തിൽ എൻ്റെ ആഗ്രഹം. നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. സ്റ്റാർഡം ഒക്കെ അത് ആൾക്കാർ തീരുമാനിക്കുന്നതാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം നമ്മളെ. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ആള് കയറി വരുമ്പോ നാച്ചുറലി നമ്മളൊരു സൂപ്പർ സ്റ്റാർ ആവാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു മെയിലാണെങ്കിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മറ്റേ ഹീറോയിൻ ആയിട്ട് വരാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മളൊരു സൂപ്പർ സ്റ്റാർ ആയാൽ, ഞാൻ പറഞ്ഞു ആയാലല്ല ആവും, ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ മോൻ ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്തുമായിരിക്കും? എൻ്റെ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. അത്രയും ആൾക്കാർ നല്ലൊരു ഒരാളുടെ നിന്ന് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ സോഷ്യൽ ഇപ്പം നമ്മൾ എന്താ പൊതുജനത്തിൻ്റെ ഇടയിൽ ഇടപെടുന്നതും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് ഇറങ്ങുന്നതും. അതായത് ഇപ്പം ഒരുപാട് നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് വിഭാഗത്തിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റിയും കൂടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ സൂപ്പർ സ്റ്റാർ എന്നുള്ള ടേമില്ലാണ്ട് എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. പക്ഷെ നല്ല നടൻ അതിനോടൊപ്പം അതിന്റെ വഴിയെ വരുന്ന സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അങ്ങനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.